ഹായ് ഓൾ. അപ്പം ഞാനിന്ന് നല്ലൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് കുറച്ച് സ്പൈസസ് 2 പട്ട, 2 പീസ്, 1 ഏലക്ക, കുറച്ച് ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഒരു 1.5 സവാളകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 പച്ചമുളക് നടുവേ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ അധികം പൊടിയൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും. ഈ പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കുക ചിക്കനുമേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കിഴങ്ങും കൂടി ഇതുപോലെ സ്ക്വയർ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാ വശത്തും മസാല പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 2 വിസിൽ കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. ഞാൻ അണ്ടിപ്പരിപ്പ് ഇതിൽ ആദ്യം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ജീരകവും, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ 2 ടീസ്പൂൺ നമ്മുടെ തൈര്, അതും കൂടി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അഡീഷണലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവ് കുറവായത് കാരണം അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കൊന്ന് ചെറിയുള്ളി വറവിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി 1 ടീസ്പൂൺ ഓയിലിൽ നമുക്കൊന്ന് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അപ്പങ്ങളുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനുള്ള നല്ലൊരു ചിക്കൻ കുറുമയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.